ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കൊന്നൊരു നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ ഗ്രീൻ പീസിൻ്റെ നാടൻ ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി നോക്കിയാലോ. നല്ല ടേസ്റ്റുള്ള ഗ്രീൻ പീസ് കറിയാണ്. എല്ലാത്തിൻ്റെ ഒപ്പം കോമ്പിനേഷനാണ്. ചോറിൻ്റെ ഒപ്പം, അപ്പത്തിൻ്റെ ഒപ്പം, ചപ്പാത്തിയുടെ എല്ലാത്തിൻ്റെ ഒപ്പം കൂടെ പോണ ഒരു വെറൈറ്റി ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇതിപ്പോൾ ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടി തിക്കാവും ഈ ഗ്രേവി. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഗ്രീൻ പീസ് കറി വയ്ക്കാൻ. അപ്പോൾ നമുക്കിന്നൊരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി നോക്കിയാലോ. ഗ്രീൻ പീസ് മാത്രം ഇട്ടിട്ട് വെക്കണതാണ്. അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് ഇവിടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ച് മാറ്റി വെച്ചതാണ്. ഗ്രീൻ പീസ് നന്നായി ഇങ്ങനെ വേവണം കേട്ടോ. ചില കറികൾക്ക് നമുക്ക് ഗ്രീൻ പീസ് അധികം വേവണ്ട, പക്ഷെ നമ്മൾ ഈ വെക്കുന്ന കറിക്ക് ഗ്രീൻ പീസ് നന്നായി വേവണം കേട്ടോ. എന്നുവെച്ചാൽ പേസ്റ്റ് പോലെ ഉടഞ്ഞു പോകണമെന്നൊന്നുമല്ല, എന്നാലും നന്നായി ഒന്ന് വെന്ത് വരണം. ഇതൊരു വ്യത്യസ്തമായ രീതിയിൽ, അത് മാത്രമല്ല എല്ലാത്തിൻ്റെ കൂടെ കോമ്പിനേഷനാണ്. മീൻസ് എന്തിൻ്റെ കൂടെ, പുട്ടിൻ്റെ വരെ മീൻസ്, അതുകൊണ്ടാണ് ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ഗ്രീൻ പീസ് കറിയാണെന്ന് ഞാൻ പറയണത്. അപ്പോൾ അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏത് പാത്രമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്താൽ മതി കേട്ടോ, അതാണ് ടേസ്റ്റ്. ഇപ്പം നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ കേട്ടോ. സാധാ വെളിച്ചെണ്ണ, നമ്മുടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കണത്. ഓയിലിൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അധികം ടേസ്റ്റ് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ അതൊന്ന് ചൂടായി വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒന്ന് ചൂടാവട്ടെ കേട്ടോ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് ഇനി ഇതിലേക്ക് സവാള കേട്ടോ. ഞാൻ ഒരു വലിയ സവാള ഒരെണ്ണം, ചെറുതാണെങ്കിൽ രണ്ടെണ്ണം, വലുതാണെങ്കിൽ ഒരെണ്ണം മതി കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ചെറുതാക്കി കട്ട് ചെയ്ത് അത്രയും നന്നായി. നമ്മളിത് അരക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാത്തതായ കാരണമാണ് ചെറുതാക്കി കട്ട് ചെയ്യാൻ പറയണത്. അപ്പോൾ ഇതൊന്ന് വാടി വരട്ടെ. ഇതിലേക്ക് ഒരേ ഒരു പീസ് വെളുത്തുള്ളി, ഇത്തിരി വലുതാണ്, അപ്പോൾ ഒരു പീസ്, പിന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി. അധികം ആവാൻ പാടില്ല കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് അല്ല മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 3-4 നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അധികം എരിവില്ലാത്ത 4 നമ്മളിതിൽ വേറെ മുളകൊന്നും ആഡ് ചെയ്യണില്ല. ഇതാണ് ഇതിൻ്റെ എരിവ്, പച്ചമുളകിൻ്റെ എരിവാണ് ഈ കറിക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക. സവാളയ്ക്കുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാൻ പിന്നെ ഗ്രീൻ പീസ് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ചതാണ്. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ഏകദേശം ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് ചേർക്കണം. അപ്പോൾ കുറച്ച് നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു മുറി നാളികേരം, ചെറുതാണ്, ഭയങ്കര ചെറുത്. അപ്പോൾ വലുതാണെങ്കിൽ ഒരു അതിൻ്റെ ഹാഫ് എടുത്താൽ മതി. അത് ഒന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് നാളികേരം മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം നമ്മുടെ പെരിഞ്ജീരകം കേട്ടോ. പെരിഞ്ജീരകമാണ്. പിന്നെ വേറെ മസാല ഒന്നും ആഡ് ചെയ്തിട്ടില്ല, പെരിഞ്ജീരകം മാത്രം ഇട്ടിട്ടാണ് നമ്മൾ അരച്ചെടുക്കാൻ പോണത് കേട്ടോ. എന്നിട്ടിത് ഒരുവിധം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് അരച്ചെടുക്കട്ടെ. ഇതിപ്പോൾ ഏകദേശം നമ്മുടെ സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് വാടിയാൽ മതി കേട്ടോ, മുരിയേണ്ട ആവശ്യമില്ല, ഒന്ന് വാടിയാൽ മതി. അപ്പോൾ ഇത് ഏകദേശമൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് വെളിച്ചെണ്ണയിൽ കിടന്നൊന്നും ഇതാവാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മതിയിട്ട്, അധികം ആവരുത് മല്ലിപ്പൊടി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ, നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളതാണ്, അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം മഞ്ഞൾപ്പൊടി ഇടാൻ. കുറച്ചിട്ടാൽ മതി. എന്നിട്ട് ഇനി ഇതൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ആ മല്ലിപ്പൊടിയുടെ കുത്തൊന്ന് പോട്ടെ. അപ്പോൾ അതിൻ്റെ നമ്മുടെ മല്ലിപ്പൊടിയുടെ ഒക്കെ പച്ചക്കുത്ത് പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയൊരു തക്കാളി മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ. ഒരു ചെറിയൊരു പുളിക്കാൻ വേണ്ടി മാത്രമാണ്, ഭയങ്കര തക്കാളിയുടെ കുത്ത് പാടില്ല. അപ്പോൾ ഒരു ചെറിയൊരു തക്കാളി, വലുതാണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ. ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് തക്കാളി വേവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം, നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ളത്. എന്നിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ.
ഇതൊന്ന് തിളക്കട്ടെ ഒന്ന് തിളച്ചിട്ട് നമുക്ക് നമ്മളെ നാളികേരം അരച്ച് വെച്ചിട്ടുള്ളത് ഒഴിക്കാം. അപ്പോൾ ഒന്ന് തിളക്കട്ടെ, ഒന്ന് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഏകദേശം ഒന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരത്തിൻ്റെ അരച്ച് വെച്ചിട്ടുള്ള കൂട്ടുണ്ടല്ലോ, നാളികേരവും പെരുംജീരകം കൂടി അരച്ച് വെച്ചിട്ടുള്ളത് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ ഗ്രീൻ പീസ് കറി ആയാലും ഉരുളക്കിഴങ്ങ് കറി ആയാലും നമ്മൾ വെക്കുമ്പോൾ ഇപ്പം ഇത്തിരി വെള്ളം എന്ന് തോന്നിയാലും കുറച്ച് കഴിഞ്ഞ് ചൂടാറി വരുമ്പോൾ നന്നായി തിക്കാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഗ്രേവി ഇത്തിരി ഒഴിച്ചു കൊടുത്തിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൽ ഈ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചൊന്ന് ഞാൻ ഒഴിക്കട്ടെ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ജാറിൽ എന്തായാലും നാളികേരത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ അധികം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുത്തതാണ്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇത് നാളികേരം അരച്ചതായ കാരണം അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ നാളികേരം പാലാണെങ്കിൽ അടച്ച് വെച്ച് തിളപ്പിക്കരുത്, അപ്പോൾ പിന്നെ ഇങ്ങനെ പിരിഞ്ഞു വരും. ഇതിപ്പോൾ അരച്ചതായ കാരണമാണ് അടച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കുറച്ച് നേരം അതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കറിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ കറിയിട്ട്, നന്നായി തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കുക. ഞാൻ കുറച്ചും കൂടി ഇതിലേക്കൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, അല്ലെങ്കിൽ ഇത് ചൂടാറി വരുമ്പോൾ ഭയങ്കര തിക്കായിട്ടുള്ള ഗ്രേവി ആവും. അപ്പോൾ ഞാനിതിൽ വെള്ളം എന്തായാലും ഒരു തിളപ്പിച്ച വെള്ളം കേട്ടോ ഒരു ഇത്തിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം കേട്ടോ. എനിക്കിപ്പോൾ ഉപ്പ് കറക്റ്റായിട്ടുണ്ട്. ഉപ്പ് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എനിക്കിപ്പോൾ ഉപ്പ് കറക്റ്റായിട്ടുണ്ട്. ഇനി ഞാൻ അതിലൊരു 1/4 ഗ്ലാസ് വെള്ളം ഒന്ന് ആഡ് ചെയ്യട്ടെ. ഇപ്പം നമ്മുടെ കറിയൊക്കെ തിളച്ച് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മധുരം ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ അരച്ച് ഒഴിക്കുന്ന നാളികേരത്തിന് മധുരം ഉണ്ടെങ്കിൽ, ചില നാളികേരത്തിന് മധുരം ഉണ്ടാവും. അങ്ങനെയുള്ള നാളികേരമാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇത് ഇങ്ങനെ എനിക്ക് അത്ര മധുരം തോന്നിയില്ല. അപ്പോൾ ഒരു ചെറിയൊരു മധുരം ഉള്ളത് നല്ല രസമാണ്. അപ്പോൾ നാളികേരം നമ്മൾ ഒഴിച്ചു കൊടുത്ത് നോക്കുമ്പോൾ ചെറിയൊരു മധുരം തോന്നുകയാണെങ്കിൽ പിന്നെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഒരു ഇത്തിരി മധുരം ഇട്ട് കൊടുത്താൽ ഒരു ചെറിയൊരു മധുരം വരികയാണെങ്കിൽ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് ഗരം മസാല കേട്ടോ, കുറച്ച് ആഡ് ചെയ്യാൻ പാടുള്ളൂ. കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്. ഇപ്പം എൻ്റെ അടുത്ത് മല്ലിയില ഇല്ല, അത് കാരണം ഞാൻ മല്ലിയില ആഡ് ചെയ്യണില്ല. ഗരം മസാല മാത്രം ഇട്ടിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ച് വെക്കുക കേട്ടോ. മല്ലിയില ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അടച്ച് കുറച്ച് നേരം മസാലപ്പൊടി ഇട്ട് കൊടുത്ത് തന്നെയാണ്. അപ്പോൾ അതൊന്ന് കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം 1 മിനിറ്റ് ഇട്ടാൽ ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ കറിക്ക്. അപ്പോൾ പറഞ്ഞ രീതിയൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതേപോലെ തക്കാളി അധികം ആവരുത്, ഇഞ്ചി വെളുത്തുള്ളി ഒന്നും അധികം ആവരുത്, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റുള്ള ഒരു ഗ്രീൻ പീസ് കറി. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്.